നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നിലവിൽ ഇന്ത്യൻ ഫുട്ബോളിൽ സംഭവിച്ചിട്ടുള്ള ഒരു വലിയ പ്രതിസന്ധിയെക്കുറിച്ച്. അതായത് ഇന്ത്യയിലെ തന്നെ ടോപ്പ് ടയർ ഫുട്ബോൾ ലീഗായിട്ടുള്ള ISLൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ. ഈ ഒരു പ്രശ്നം തുടരുന്ന അല്ലെങ്കിൽ നീണ്ടു നിന്ന സാഹചര്യത്തിൽ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ISLലെ 8ഓളം ക്ലബ്ബുകൾ AFFനെ, അതായത് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനെ സമീപിക്കുകയും തങ്ങൾക്ക് അത്യാവശ്യമായിട്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ വ്യക്തത വേണമെന്നും ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനൊരു പ്രത്യുത്തരം എന്ന നിലയിലായിരുന്നു AFF കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന ഓഗസ്റ്റ് 7-ാം തീയതി ഒരു ക്ലബ് മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ എല്ലാ ടീമുകളും പങ്കെടുക്കുകയും ചില ടീമുകൾ ഓൺലൈനായിട്ടും പങ്കെടുക്കുന്ന ഒരു തലത്തിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും പല കാര്യങ്ങൾക്കും ഒരു വ്യക്തത നൽകിയിട്ടില്ല എന്ന് CEO, അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ CEO, അതായത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ള അഭിക് ചാറ്റർജി ആരാധകരെ അറിയിച്ചിട്ടുണ്ടായെന്നാണ്. ഇതിനുശേഷം, അതായത് ഈ ഒരു മീറ്റിംഗിന് ശേഷം കല്യാൺ ചൗബെ, അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള കല്യാൺ ചൗബെ നടത്തിയിട്ടുണ്ടായിരുന്ന പ്രസ് കോൺഫറൻസിൽ സൂപ്പർ കപ്പ് ISLന് മുന്നോടിയായിട്ട് നടത്തുമെന്നും പിന്നീട് ഈ ഒരു വർഷം തന്നെ ISL അല്ലെങ്കിൽ ടോപ്പ് ടയർ ലീഗ് നടത്തുമെന്നൊരു വ്യക്തത കല്യാൺ ചൗബെ ആരാധകരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ ഒരു മീറ്റിംഗ് കൂടി തൊട്ടടുത്ത് തന്നെ നടത്തുമെന്നൊരു കാര്യം കല്യാൺ ചൗബെ പറഞ്ഞിട്ടുണ്ടായെന്നാണ്. എങ്കിൽ പോലും പിന്നീട് ഒരു വലിയൊരു വ്യക്തത അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള നീക്കങ്ങളൊന്നും നടന്നതായിട്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എങ്കിൽ പോലും നിലവിൽ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് പ്രകാരം, കേൽനോ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം ഇന്ന് വൈകിട്ടത്തേക്ക് ഒരു വിർച്വൽ മീറ്റിംഗ് അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഒരു മീറ്റിംഗ് എല്ലാ ISL ക്ലബിൻ്റെയും ലീഗൽ ടീംസുമായിട്ട് നടത്തുന്നു എന്നാണ് അറിയുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ നിലവിൽ നടക്കുകയാണോ എന്ന തരത്തിലുള്ള അപ്ഡേറ്റുകളൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല. എങ്കിൽ പോലും ലഭിച്ചിട്ടുള്ള, അതായത് കേൽനോ പോലത്തെ ഒരു പ്രശസ്തമായിട്ടുള്ള മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അർജൻറ്റ് മീറ്റിംഗ് ഇന്ന് ഉച്ചയ്ക്ക് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു മീറ്റിംഗ്, അതായത് ഇന്നത്തെ ഈവനിങ്ങോട് കൂടിയായിരുന്നു അത് നടക്കുമെന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ഓഗസ്റ്റ് 14-ാം തീയതി നടത്തുമെന്നൊരു കാര്യമായിരുന്നു കേൽനോ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്, അതായത് ഇന്ന്. പക്ഷേ ഇതുവരെ ആ ഒരു മീറ്റിംഗ് കഴിഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകളൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല. ഈ ഒരു മീറ്റിംഗ് നടത്തുന്നത് ക്ലബ്ബുകളുടെ CEO, അതായത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർമാരുമായിട്ടല്ല, അല്ലെങ്കിൽ ക്ലബിൻ്റെ മറ്റ് അധികാരികളുമായിട്ടുമല്ല, മറിച്ച് ക്ലബിൻ്റെ ലീഗൽ ടീംസുമായിട്ടാണ്. അതായത് എല്ലാ ടീമുകൾക്കും തങ്ങളുടെ തരത്തിലുള്ള ഒരു ലീഗൽ, അതായത് കോടതി സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ലോ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടീം കാണും. ആ ഒരു ടീമുമായിട്ടായിരിക്കും നിലവിൽ എല്ലാ ടീമിൻ്റെയും ISL 13 ക്ലബ്ബുകളുണ്ട്. 13 ക്ലബ്ബുകളുടെയും ലീഗൽ ടീമുമായിട്ടാണ് നിലവിൽ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അർജൻറ്റ് മീറ്റിംഗ് എന്നാണ് കേൽനോ വ്യക്തമാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ മെൻഷൻ ആക്കിയിട്ടുള്ളത്. സോ അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മീറ്റിംഗ് ഉടനെ നടക്കുമെന്ന് എന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു മീറ്റിംഗ് എത്രയും പെട്ടെന്ന് നടക്കുമെന്നും അല്ലെങ്കിൽ ഈ ഒരു മീറ്റിംഗ് ഒരു വെർച്വൽ ആയിട്ടെങ്കിലും ഉടൻ തന്നെ നടത്തുമെന്നും ഈ ഒരു കേൽനോ വ്യക്തമാക്കുന്നുണ്ട്. സോ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, ആ ഒരു ഓഗസ്റ്റ് 17-ാം തീയതി കഴിഞ്ഞ് ഒരു 10 ദിവസത്തിനുള്ളിൽ തന്നെ ഒരു മീറ്റിംഗ് കൂടി നടത്തുമെന്ന് AFF വ്യക്തമാക്കിയിട്ടുള്ളതാണ്. സോ ആ ഒരു മീറ്റിംഗ് ആണോ ഇതെന്നും നിലവിൽ സംശയമുണ്ട്. സോ കണ്ടു തന്നെ അറിയേണ്ടതാണ് ഇതിൻ്റെ പേരിലുള്ള അല്ലെങ്കിൽ ഇത് മീറ്റിംഗ് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള അപ്ഡേറ്റുകളൊക്കെ തന്നെ ഉടൻ തന്നെ കേൽനോ തന്നെ ആരാധകരെ അറിയിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മറിച്ച് ഇനി ഇന്ത്യൻ ഫുട്ബോളിലേക്കുള്ള നിലവിലെ സ്ഥിതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല ടീമുകളും തങ്ങളുടെ താരങ്ങളുടെ ആവട്ടെ, മറ്റു തരത്തിലുള്ള ട്രാൻസ്ഫറുകളൊക്കെ ആവട്ടെ, ഒക്കെ എല്ലാ പ്രോസസ്സും നിലവിൽ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഉള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ പല ടീമുകൾക്കും ഒരു വ്യക്തമായിട്ടുള്ള ഒരു മറുപടി ലഭിക്കേണ്ടതായിട്ടുണ്ട്. സോ AFF ഉടൻ തന്നെ ഒരു വ്യക്തത ഈ ഒരു ISLൻ്റെ ഭാവിയും അല്ലെങ്കിൽ ISLൻ്റെ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട് നൽകട്ടെ എന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇന്ന് നടത്തുവാനായിട്ടിരിക്കുന്ന ആ ഒരു അർജൻറ്റ് മീറ്റിംഗ് ISLൻ്റെ ഭാവി അല്ലെങ്കിൽ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട് തന്നെയാണെന്നാണ് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നത്. സോ എന്തുകൊണ്ടും ഇതൊരു വളരെയധികം സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. കാരണം ഉടൻ തന്നെ ഈ നിലവിൽ നിൽക്കുന്ന പ്രശ്നങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്തുകൊണ്ട് ISLൻ്റെ വരുവാനായിട്ട് പോകുന്ന 12-ാം സീസൺ ഉടൻ തന്നെ ആരംഭിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.